ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനിൽ കപൂറിന്റെ മേലുള്ള കുറ്റാരോപണം തനിക്കൊരു റോൾ ലഭിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ളതാണ്. അനിൽ സാർ, താങ്കൾ പല സ്റ്റുഡിയോകളിലും ചുറ്റി വരാറുണ്ട് ഒരു റോളിന് വേണ്ടി. അതായത് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാ, GP സാർ ഒരു പടം ചെയ്ത സമയത്ത് താങ്കൾ ചെസ്റ്റിലെ മുടിയെല്ലാം ഷേവ് ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. ഇതുപോലത്തെ ഒരുപാട് കാര്യം നടന്നിട്ടുണ്ട്. രാജ് സാർ സിനിമ ചെയ്തുകൊണ്ടിരുന്നു. രാജ് കപൂർ സാർ, ദ ഗ്രേറ്റ് രാജ് കപൂർ സാർ പരംവീർ ചക്ര സിനിമ ചെയ്തു. അതിൽ 3 റോൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ 3 പിള്ളേരും ഒരുപോലെ തന്നെ ഉണ്ടാവില്ല എന്തായാലും ഒക്കെ. അപ്പം അതിൽ 3 എനിക്കൊരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചു. അദ്ദേഹം ആർമി, നേവി, പിന്നെ എയർഫോഴ്സിനുമാണ് ചെയ്തത് ആ സിനിമ. അപ്പം ഞാൻ നേരെ കടക്വാസലിലോട്ട് പോയിട്ട് അവിടെ പോയി എൻ്റെ മുടിയൊക്കെ വെട്ടിക്കൊണ്ട്, പിന്നെ നേരെ അവിടെ ഒരു ആർമി ബാർബർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി മുടിയൊക്കെ വെട്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് നേരെ ഞാൻ ആർക്കേഡ് അടുത്ത് പോയി. ആർക്കേഡ് അകത്ത് എന്നെ വിടാത്ത സമയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അകത്ത് എങ്ങനെയോ പോയി അങ്ങനെ തന്നെ ഞാൻ നിന്നു കോട്ടേജിൻ്റെ പുറത്ത്. പിന്നെ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ഫോട്ടോസൊക്കെ നോക്കി അദ്ദേഹം എന്നെ, ഞാൻ ആ സിനിമ എടുക്കുന്നില്ല, ഞാൻ അതുപോലെ ഒരുപാട് സിനിമ ചെയ്തു, പുറത്ത് വന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ സിനിമ ഞാൻ തന്നെ എടുത്തോളാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. ആക്ച്വലി രജിത് സാർ, ഞാൻ പണിയെടുക്കാൻ കാത്തോണ്ടിരിക്കത്തില്ല. ഞാൻ പണിയോടെ തപ്പിയേ പോകത്തുള്ളൂ. പണി വന്നാലേ ഞാൻ പണിയെടുക്കുള്ളൂ ഞാൻ ആലോചിക്കത്തില്ല. ഞാൻ പണി തേടി ഇങ്ങനെ പോവും. ഒരു നല്ല റോളിന് വേണ്ടി, ഒരു നല്ല ഡയറക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട്, ഒരു നല്ല റൈറ്ററോടൊപ്പം, ഒരു നല്ല കോസ്റ്റാറോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എല്ലാ സിനിമകളിലും താങ്കളെ ഇതേ ഗെറ്റപ്പോടാണ് കണ്ടിരിക്കുന്നത്. ഇതേ മുടി, ഇതേ താടി, ഇതേ മീശ. പക്ഷേ യശ് ചോപ്രയോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ താങ്കൾ മീശ മറച്ചു വെച്ചല്ലോ സാർ. ലംഹെ. അതെ, ലംഹയിൽ ഞാൻ മീശ എടുത്തു കളഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പോയതിനു ശേഷം നേരെ എൻ്റെ വൈഫിന്റെ റൂമിൽ കയറിയപ്പോൾ പെട്ടെന്ന് എൻ്റെ വൈഫ് പിന്നെ നല്ലൊരു അടി കിട്ടി എനിക്ക് ശരിക്കും. പിന്നെ എൻ്റെ ഫാൻസിനൊക്കെ വല്ലാത്ത ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി അത്. കാരണം മീശ എൻ്റെ ഒരു ട്രേഡ് മാർക്കായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, നീ എന്തിനാ മീശ എടുത്തത്? മീശയിലാണ്ട് കൊള്ളില്ല, നിന്റെ മീശയാണെന്ന് ട്രേഡ് മാർക്ക്. അപ്പം ഞാൻ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വലിയ കരിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ സിനിമയൊക്കെ ചെയ്തേ പറ്റൂ. അതൊരു മെമ്മറി ആയിരിക്കണം. അതുപോലെ ഇപ്പോൾ ജനങ്ങൾ ഇപ്പം നോക്കിയാൽ ആ സിനിമ നല്ല രസമായിരിക്കും. ഇപ്പോഴും അവർക്കത് കാണാൻ ആഗ്രഹമാണ്. ലംഹെ പോലത്തെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ മീശയൊക്കെ എടുത്തു. വിരാസ് സത്തഹറിന് വേണ്ടി 1942 ലവ് സ്റ്റോറി ഉണ്ട്, പരിന്ത ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ സിനിമകളൊക്കെ ജനങ്ങൾ തീർച്ചയായിട്ടും കാണും. പിന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അന്നേ ചെയ്ത് കഴിഞ്ഞിരുന്നു. പരിന്തായെക്കുറിച്ച് പറയും, പിന്നെ 42 പറയും. ആ സമയത്ത് ആ സിനിമ അത്ര രീതിക്ക് ഓടിയില്ലെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സെന്നോട് പറയും, നീ ഇതൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ്. ചില സമയം എനിക്ക് ഇത്തിരി വണ്ണം കൂടും. പിന്നെ പെട്ടെന്ന് ഞാൻ മീശയൊക്കെ എടുത്തിട്ട് വിരാസത്തിൽ ഞാൻ ഈ സ്ഥലത്ത് തന്നെ വന്നിരുന്നത് മീശയൊക്കെ വളരെ നീളത്തിൽ വെച്ചോണ്ടൊക്കെ. നിങ്ങൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ ഇത്രയും വലിയ മുടി, വലിയ മീശയൊക്കെ നീ വെച്ചോണ്ടിരിക്കുന്നതെന്ന്. നിങ്ങൾക്കത് ഓർമ്മയില്ലേ? പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒരു ഫാഷനായിപ്പോയി. ഇപ്പോൾ മീഡിയ ഒക്കെ ഇൻട്രസ്റ്റഡ് ആണ്. യു അണ്ടർസ്റ്റാൻഡ്? സോ തിങ്സ് ചേഞ്ച്. സോ ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം അങ്ങോട്ട് മാറി വരണമെന്നുള്ളതുകൊണ്ടാണ്. പുതിയ റോൾ ചെയ്യണം. യശ് ചോപ്ര പോലത്തെ ആളുകളുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ തിങ്കിങ് എപ്പോഴും ഫോർവേഡിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാഷൻ നോക്കുവാണെങ്കിൽ ഇപ്പോഴും ജനങ്ങൾ പറയും, അതായത് ജനങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, യശ് ചോപ്രയുടെ ഫേവറേറ്റ് ഫിലിം എന്താന്ന് വെച്ചാൽ ലംഹയാണ്. അതിനുവേണ്ടി മീശ മാത്രമല്ല, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. സുഭാഷ് ഘായിയോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി താങ്കൾ വളരെയധികം ആഗ്രഹിച്ചു എന്ന് കേട്ടു. അത് സത്യമാണ്. ഞാൻ വല്ലാണ്ട് കാത്തിരുന്നു അതിനു വേണ്ടി, അദ്ദേഹത്തിന്റെ സിനിമ വർക്ക് ചെയ്യാനായിട്ട്. അന്ന് അദ്ദേഹം ക്രോധി സിനിമ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ക്രോധി സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സെറ്റിൽ പോയി വെറുതെ നിന്നുകൊണ്ടിരിക്കും. ലോബിയിൽ പോയി നിൽക്കും, ഇല്ലെങ്കിൽ ഹോട്ടൽ റൂമിന്റെ വെളിയിൽ പോയി നിൽക്കും. അദ്ദേഹം ഒരു വട്ടം എന്നെ കാണാനായിട്ട് ലക്ഷ്മികാന്ത് പ്യാരിലാൽ, അതായത് മ്യൂസിക് ഡയറക്ടറുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ചന്ദ്രകാന്ത് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചാലോ, എന്തെങ്കിലും ആക്ട് ചെയ്യണം എനിക്ക് സിനിമയിൽ. പക്ഷെ അദ്ദേഹം എന്നെ അടുപ്പിച്ചില്ല. അദ്ദേഹം സച്ചിനെ എടുത്തു അതിന് പകരം. സച്ചിൻ സാർ വളരെ നല്ല ആക്ടറാണ്, എന്നെ എടുത്തില്ല. സച്ചിൻ ആ സമയത്ത് അദ്ദേഹത്തിന് എന്താ തോന്നിയെന്ന് വെച്ചാൽ, അദ്ദേഹം കറക്റ്റ് ആയിരിക്കും എന്നായിരിക്കും. അദ്ദേഹത്തിനും എടുത്തു. പക്ഷെ ഞാൻ വിശ്രമിക്കുന്ന ഒരാളെ അല്ല. ഞാൻ പിന്നെയും പോയി നിന്നു, ചെയ്തു തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മേരി ജംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചു. മേരി ജംഗ് സിനിമ കൊണ്ടാണ് ഞാൻ സുനിതയെ പോലും ശരിക്കും കല്യാണം കഴിച്ചത്. സിനിമയും സുനിതയും തമ്മിലുള്ള കണക്ഷൻ എന്താ? അതായത് സുഭാഷ് ഘായ് സാറ് എന്തോരം വലിയ ഒരു ഡയറക്ടറാന്ന് വെച്ചാൽ, എന്തോരം വലിയൊരു ലെജൻഡാണെന്ന്. അദ്ദേഹം ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ സിനിമ സൈൻ ചെയ്താൽ മാത്രം മതി. ഈ അനിലിന്റെ സിനിമ ജാക്കി ഷ്രോഫിന്റെ ഒരു ഹീറോ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി.
ജാവിദ് സാർ പിന്നെ എന്നെ റെക്കമെൻഡ് ചെയ്തതിനു ശേഷം ആ സിനിമയിൽ എന്നെ അദ്ദേഹം എടുത്തു. വെരി ഇന്റൻസ്ലി. അദ്ദേഹം എന്റെ മഷൽ കണ്ടു. അത് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം എന്നെ എടുത്തത്. അതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ സുനിത എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, പാവം ഐ വാസ് ഹെർ ഫ്രണ്ട് ആൻഡ് മൈ ഗേൾ ഫ്രണ്ട്. അങ്ങനെ വന്ന് കാലം ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി അവളുടെ പാരൻസ് ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് പൈസ ഇല്ല, വീടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഞാൻ എന്നാണോ ആ സിനിമയിൽ ആദ്യമായിട്ട് സൈൻ ചെയ്താൽ ഇനി എന്നെ ആരെ കൊണ്ട് തടയാൻ പറ്റില്ല. ഇനി എൻ്റെ അടുത്ത് കാറുണ്ടാവും, ബംഗ്ലാവ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാം കാണും. സുനിത, നാളെ രാവിലെ കല്യാണം. സത്യമായിട്ടാ രജി സാർ പറയുന്നത്? ഞാൻ പറഞ്ഞു നാളെ രാവിലെ കല്യാണം, ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. പാവ അവൾ ഒരു 15-20 മിനിറ്റിൽ പിന്നെ ഒരു 3 മണിക്കൂറിൽ ഈ മെഹന്തിയൊക്കെ ഇടുന്നവരൊക്കെ പിടിച്ച് പെറ്റെന്ന് എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു 10-13 പേരെ ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന്. എൻ്റെ കല്യാണം സംഭവിച്ചു. പിന്നെ ഒരുപാട് പേര് ഈ കല്യാണത്തിനൊക്കെ ഭയങ്കരമായിട്ട് ചെലവ് ചെയ്യും. കോടിക്കണക്കിന് പൈസ മുടക്കും. 1000 കണക്കിനായിട്ടുള്ള കോടികൾക്കാണ് പൈസ മുടക്കുന്നത്. എന്നിട്ടൊരു 2 വർഷത്തിൽ തന്നെ അവരുടെ കല്യാണം. മനസ്സിലായെന്ന് തോന്നുന്നു. 2 മനസ്സും ഒരുമിച്ചാൽ മതിയല്ലോ. പിന്നെ കല്യാണം നോക്കുവാണെങ്കിൽ മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. ഞാൻ ചെയ്ത മേരി ജംഗ് സിനിമ കൊണ്ടാണ് എനിക്ക് കല്യാണം സംഭവിച്ചത്. സുഭാഷ് ഘയിയോടൊപ്പം മേരി ജംഗ് പടത്തിന് ശേഷം 5 പടം താങ്കൾ ചെയ്തു. കർമ്മ, പിന്നെ രാം ലക്കൻ, പിന്നെ താൽ ചെയ്തു, പിന്നെ യുവരാജ് ചെയ്തു, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അദ്ദേഹത്തിനോടൊപ്പം നിറയെ ചെയ്തു ഞാൻ. പിന്നെ രാം ലക്കനെ മൈ നെയിം ഈസ് ലക്കൻ എന്നുള്ള ആ പാട്ടിന്റെ ഡാൻസ് വളരെ ഹിറ്റായിരുന്നു. അതെ. ഈ ജക്കാസും പിന്നെ രാം ലക്കന്റെ പാട്ട് എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നു വിടുന്നറിയില്ല. പക്ഷേ ഇത് നിങ്ങൾ എല്ലാവരുടെയും സ്നേഹമാണ്, എല്ലാവരുടെയും ഭയങ്കര സ്നേഹമാണ്. ഇവിടെ ഇതിനകത്തിരുന്നോണ്ട് ആരും ഡാൻസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നില്ല എനിക്ക്. സാർ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ചെയ്യാവോ? ചെറുപ്പം മുതലേ ഞാൻ അങ്ങയുടെ ഒരു ആരാധികയാണ് സാർ. ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, താങ്കൾ സ്ട്രഗിൾ സ്റ്റേജിലുള്ളപ്പോ ഇപ്പോൾ ഉള്ള യുവതാരങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, മീഡിയയില് എൻട്രി ആയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് സക്സസ് ആവാന്ന് വിചാരിക്കുന്നു. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, സക്സസിന് വേണ്ടി എന്താ ചെയ്യണ്ടേ? ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. There is no shortcut. ഇല്ല സാർ, ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞ. താങ്കളുടെ വിജയത്തിനെ പറ്റി ഒന്ന് പറയാമോ? സ്ട്രഗിൾ അതായത് നോക്കുവാണെങ്കിൽ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, പെട്ടെന്ന് പറയും എല്ലാം പെട്ടെന്ന് ക്ലിക്ക് ആവുകയാണ്. എൻ്റെ ലക്ക് നല്ലതാണെങ്കിൽ കിട്ടുമെന്ന് അവർ പറയും. ഫേറ്റ് ആവശ്യമാണ്, ലക്കുമുണ്ട്, ഇതെല്ലാം അത്യാവശ്യമാണ്. പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ദാറ്റ് ഫേറ്റ് ആൻഡ് ലക്ക് ഷുഡ് ബി എ ബോണസ്. ബട്ട് ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ഇറ്റ്സ് ഓൺലി ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് ആൻഡ് പ്രിപ്പറേഷൻ. താങ്ക് യു. അനിൽ, താങ്കൾ തന്നെ ഓഡിയൻസിനോട് പറയാ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഒരു കാലഘട്ടത്തിൽ താങ്കൾ പാർട്ടികൾക്കോ കല്യാണത്തിനോ പോകുന്ന സമയത്ത് വാടകയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് പോകുന്നു കേട്ടു. സാർ, നിങ്ങൾ എന്നെ വല്ലാണ്ട് എക്സ്പോസ് ചെയ്യുവാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഗുൽഷൻ ഗ്രോവർ ആണ് എന്നോട് പറഞ്ഞത്. ഈ ഗുൽഷൻ ഗ്രോവർ ഞാൻ മുംബൈക്ക് പോയതും എന്താ ചെയ്യാൻ പോകുന്നത്. അതായത് നോക്കുവാണെങ്കിൽ ഓബിയസ്ലി യുനോ നല്ല ഡ്രസ്സ് വേണം, നല്ല ഇടത്ത് പോകുമ്പോൾ പ്രസന്റേഷൻ വേണം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ സ്റ്റൈലിഷിനെ പോലെ ആരും ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റൈലിസ്റ്റ് ഒക്കെ വന്ന് സ്റ്റൈൽ ചെയ്യുവാണ്. ഒരുപാട് കാര്യം മാറി. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് വന്നു. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതൊക്കെ വന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോസ് ഇതുപോലത്തെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതുപോലെ ഒന്നും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്ത് കേട്ടോ. പണിയെടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്കപ്പോൾ ഒരുപാട് ഡ്രസ്സസിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പം കച്ചിൻസ് എന്ന് പേരിൽ ഒരാൾ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ എനിക്കൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് ചോദിക്കും. അദ്ദേഹം ഇങ്ങനെ നോക്കിയോണ്ട് പറയും, എടാ നിനക്ക് സഞ്ജയ് ദത്തിന് ഡ്രസ്സാണ് സൂട്ടാവുന്നത്. അപ്പോൾ സഞ്ജയ് ദത്തിന് വേണ്ടി ചില സൂട്ടൊക്കെ അവർ തയ്ച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ റോക്കിക്കും അവരുടെ പേഴ്സണലിനും. അപ്പം ഞാനത് ട്രൈ ചെയ്തു, എനിക്ക് വല്ലാണ്ട് സൂട്ടായി. അപ്പോൾ സഞ്ജയ് ദത്ത്, എൻ്റെ ബോഡിയും അദ്ദേഹത്തിൻ്റെ ബോഡിയും, ഇപ്പം അദ്ദേഹത്തിൻ്റെ ബോഡി നല്ല വളരെ ബ്രോഡാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പം നല്ല ബെറ്റർ ആയിട്ടുണ്ട്. എൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒപ്പം വരത്തേ ഇല്ല. പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ അന്ന് ഓൾട്ടർ ചെയ്ത് കുറച്ച് ഡ്രസ്സൊക്കെ സൂട്ടായി നന്നായിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ അതൊക്കെ നല്ലപോലെ സൂട്ടായി സാർ. അത് റെന്റഡ് ഡ്രസ്സൊന്നും അല്ല സാർ, ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി തന്നതാണ്. റെൻ്റൊന്നും അല്ല, ഫ്രീ ആയിട്ട് തന്നു. ഞാൻ സഞ്ജയ് ദത്തിൻ്റെ ഡ്രസ്സ് ഇട്ടായിരിക്കും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. So Slumdog was your hit film. So you were first time for the Oscars that time. So sir, have you ever expected that you've been there? What was your experience for the Oscars? ഇപ്പോൾ സ്ലം ഡോഗ് എന്ന് പേര് വന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുകയാണ്.
ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ സ്ലം ഡോഗ് സിനിമയ്ക്ക് വേണ്ടി ഓസ്കറിൽ നോമിനേറ്റ് ആയി പോയപ്പോൾ, അതായത് ഞാൻ സ്റ്റേജിൽ എങ്ങനെ ഫീൽ ചെയ്തു എന്നാണോ ചോദിക്കുന്നത്. അതായത് എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, ഈ ലോകത്തിലുള്ള ഏതൊരു കലാകാരനായാലും ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും എത്ര വലിയ ലെജൻഡ് ആണേലും, എസ്പെഷ്യലി ഏതൊരു ഡയറക്ടർ ആയാലും ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതൊരു മൂലയിൽ ഈ ലോകത്തുണ്ടായാൽ പോലും അവരുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഓസ്കറിന്റെ സ്റ്റേജിൽ പോയി നിൽക്കണം. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മൂമെന്റ്സ് ഓഫ് എനി ആക്ടേഴ്സ് ലൈഫ്, എനി ആർട്ടിസ്റ്റ് ലൈഫ്, ടു ബി ഓൺ ദ പാർട്ട് ഓഫ് ഫിലിം. ഞാൻ അതിലൊരു ചെറിയ ഭാഗമാണ്. അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ ആ സിനിമയിൽ ആ സ്റ്റേജിൽ പോയി നിന്ന് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റസ്റ്റ് ഫീലിംഗ്. അത് ഞാൻ മരിക്കുന്നവരെ ആ ഫീലിംഗ് എൻ്റെ നെഞ്ചിനകത്ത് തന്നെ കാണും. പിന്നെ പുകാർ സിനിമയ്ക്ക് വേണ്ടി താങ്കൾക്ക് നാഷണൽ അവാർഡാണ് ലഭിച്ചത്. ആ മെമ്മറി അവസാനം വരെ കാണുമല്ലോ അല്ലേ? നാഷണൽ അവാർഡ്, ദാറ്റ്സ് എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഫിലിമായിരുന്നു അത്. ഇൻഫാക്ട് ഐ ഫീൽ ഇറ്റ്സ് വൺ ഓഫ് ദി അണ്ടർറേറ്റഡ് ഫിലിം, പുക്കാർ. ആൻഡ് ആ സമയത്ത് ആ സിനിമ വിജയിച്ചിരിക്കണം അത്. കാരണം ആ സമയത്ത് ഋത്തിക് റോഷന്റെ കഹുനാ പ്യാർ റിലീസായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമ വലിയ ഹിറ്റായിപ്പോയി. ഞങ്ങളുടെ സിനിമ കുറച്ച് അത്രയ്ക്ക് ശരിയല്ലായിരുന്നു. പക്ഷെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഐ ഫെൽറ്റ് റെഡിം സർ. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, കഷ്ടപ്പെടുന്നതിന് ഏറ്റ ഫലം ഒരു ദിവസം കിട്ടിയിരിക്കും. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം താങ്കളുടെ മകൾക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു. അതിനേക്കാൾ ഒരു സന്തോഷമായ കാര്യം എന്താണ് സർ? എനിക്ക് ആ മൊമെന്റ് ഓസ്കറിനേക്കാൾ വലുതാണ്, സത്യമായിട്ടാ പറയുന്നത്. ഞാൻ സോനം ഇങ്ങനെ പതുക്കെ നടന്ന് സ്റ്റേജിലോട്ട് കയറുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രണാബ് മുഖർജി സാർ, ഞാൻ അദ്ദേഹത്തിനോട് വല്ലാത്തൊരു റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. അദ്ദേഹം ആ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊടുത്തതും ഞാൻ സ്വർഗത്തിലായിരുന്നു. വളരെ സന്തോഷമാണ്.